ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സാൽഗൻസ് വേൾഡ്. അപ്പോൾ എന്നാൽ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ അറിയാത്തൊരു കറി, ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന ഒരു കറി ആട്ടോ. അത് നമ്മളെ വെള്ളക്കുറുമയാണ് കേട്ടോ. നമ്മൾ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ വെള്ളക്കുറുമ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ന് ഞാൻ വെക്കാൻ തന്നിട്ട് ഉമ്മ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വെളിച്ചെണ്ണയും അതേപോലത്തെ ലൈക്ക് നല്ല ഏലക്ക അതേപോലെ പട്ട ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് ഒന്നുകൊണ്ട് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം, നമ്മളിതിൽ അധികം ഇങ്ങനെ മസാലാസ് ഒന്നും ഇടാത്തല്ല. അപ്പോൾ ഇതിൽ ഇടുന്ന ഒരു സ്പൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്പൈസസ് ആണ് ഇതിൽ. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ഉള്ളി ഇട്ടിട്ട് നമ്മൾ വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇടുന്ന എരിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി നമ്മൾ നല്ലോണം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്, ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് നമ്മൾ പിന്നെ ആകെ നമ്മൾ കുരുമുളക് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പാകത്തിന്. കാരണം ആദ്യം നമ്മൾ കുറച്ച് സ്പൈസസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചോയ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിത് ആ കുട്ടനിട്ടിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഏതാണോ എടുക്കുന്നത് ഇറച്ചി അത് ഇട്ട് കൊടുക്കുക. അത് മട്ടൺ ആണെങ്കിലും കുട്ടനാണെങ്കിലും ഏറ്റവും നല്ലത് ഇളയതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഇളയ ഇറച്ചിയാണ് എടുക്കുന്നത്, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അതിന് പകരം രണ്ടാം പാലാണ് എടുക്കുന്നത്. ഏതായാലും ഇതിലേക്ക് നമ്മൾ പാലെടുക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓരോ എടുക്കണ ഇതിനനുസരിച്ച് എടുക്കും വേവൊക്കെ. അപ്പോൾ നമുക്കൊരു 3-4 വിസിൽ വെന്തിട്ടു. അപ്പോൾ ആ വേവിക്കണ സമയം കൊണ്ട് നമ്മളൊരു അരപ്പുണ്ടാക്കണം. അതിലേക്ക് തേങ്ങയും അതേപോലെ തന്നെ ഒരു പിടി നമ്മൾ അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിലൊന്നും ഞാൻ തേങ്ങാപ്പാൽ തന്നെ ഇട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, വെള്ളം ഇതിലൊന്നും തീരെ ഉപയോഗിച്ചിട്ടില്ല. ഫുള്ള് നമ്മൾ തേങ്ങാപ്പാൽ തന്നെയാണ് അരച്ചെടുത്തത്. അപ്പോൾ നല്ല അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനൊക്കെ നമ്മൾ അരച്ച് നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ ആ അരച്ച മിക്സ് ഉണ്ടല്ലോ, കാഷ്യൂനട്ടിൻ്റെ ആ ഒരു പേസ്റ്റൊക്കെ പാടില്ല, അത് ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല കട്ടിയുള്ള ഒന്നാവാലും കൂടി ആയിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല അത് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൊണ്ട് കുറുന്നനെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലോണം കുറുകൂട്ടും. നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മുന്നേ ഒരു 1/4 മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകി കിട്ടും. അതിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മണം കിട്ടും. അതിന് ശേഷം നമ്മളിതിൽ വേറെ ഒരു സാധനങ്ങളും ഇടുകയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളക്കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ നിറയിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.